അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. റേഡിയോ ഇസ്ലാമിൻ്റെ കാഷ്വൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫലസ്തീനെ കുറിച്ചാണ്. ഫലസ്തീനെ കുറിച്ചുള്ള ചർച്ചകളാണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫലസ്തീനിലെ നിലവിലെ ഒരവസ്ഥ, ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. നമ്മോടൊപ്പം ഉള്ളത് ഫൈസൽ മലയാളിയാണ്. ഫൈസൽ, നമുക്കറിയാം ഫലസ്തീൻ ഒരുപാട് കാലങ്ങളായിട്ട് ഇസ്രായേലിൻ്റെ ഭീകരതയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. സ്വതന്ത്ര ഫലസ്തീനാണ് നീതി എന്ന് ലോകം മുഴുക്കെ വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് നിലവിൽ ഫലസ്തീൻ്റെ ഒരു കണ്ടീഷൻ എത്തിച്ചേർന്നു. അതായത് മുൻപ് ഫലസ്തീൻ വിഷയത്തിൽ മൗനം ഭുജിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇസ്രായേലിന് പരസ്യവും രഹസ്യവുമായി പിന്തുണ നൽകിയിരുന്ന ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഇസ്രായേൽ എന്നൊരു രാജ്യത്തെ രൂപകൽപ്പന ചെയ്തത് പോലും ബ്രിട്ടനാണ്. ആ രാജ്യം പോലും ഫലസ്തീൻ എന്നൊരു രാജ്യത്തെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിലവിലെ സാഹചര്യം മാറിക്കഴിഞ്ഞു. എന്തു തോന്നുന്നു? അതെ, തീർച്ചയായിട്ടും. ഫലസ്തീന് ലോകത്തിൻ്റെ ഒരു വലിയ മുറിവായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ആ മുറിവ് യാതൊരു തരത്തിലും അതിലൊരു മാറ്റം വരാത്ത രീതിയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ലോകവ്യാപകമായിട്ട് അതിനെ മനസ്സിലാക്കുന്നതിലുള്ള ഒരു കാലതാമസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിട്ട്, ഇപ്പോൾ 2023 ഒക്ടോബറിലാണല്ലോ പുതിയൊരു രീതിയിൽ, അതിന് മുമ്പുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു അതിൽ നിന്നൊരു മാറ്റം വന്ന രീതിയിൽ അതിൻ്റെ ഒരു തീവ്രതയിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ അന്നൊക്കെ ആളുകൾ കണ്ടിരുന്നത് ഇതൊരു മുസ്ലിം പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു മതപ്രശ്നമാണ് എന്ന രീതിയിലാണ് മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ഇന്ന് അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ മനുഷ്യാവകാശമാണ് ലംഘിക്കപ്പെടുന്നത് എന്ന രീതിയിലുള്ള നറേറ്റീവ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നു. ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്തുണയുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ലോകത്ത് സംസാരിക്കപ്പെടേണ്ട ഏറ്റവും വലിയൊരു വിഷയമായിട്ട് ഫലസ്തീൻ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്, എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ആളുകൾക്കൊക്കെ അറിയാം എന്നുള്ളതാണ്. ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും വളരെ കുറച്ച് ആളുകൾ നമ്മുടെ നാടുകളിൽ തന്നെ അതിനെ മനസ്സിലാകാത്ത വിധത്തിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് ഇതൊരു, അല്ലെങ്കിൽ ഒരു പല ആളുകളും നോക്കിക്കണ്ടിരുന്നത് ഒരു മുസ്ലിം രാജ്യത്തിന്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ, അതായത് മതം അതിലേക്ക് കടത്തിയിരുന്നു. പക്ഷെ അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ പ്രശ്നമാണ് എന്ന് അന്നു മുതലേ എല്ലാവരും പറയുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ അംഗീകരിച്ച സംഗതിയാണ്. പക്ഷേ ലോകരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇന്ന് എന്ത് ചെയ്തു? ആ വിഷയം അതുപോലെ തന്നെ അംഗീകരിച്ചു. അത് വലിയൊരു സന്തോഷമാണ്. കാരണം ഫലസ്തീൻ അവിടെ കിടന്ന് വല്ലാണ്ട് പ്രയാസപ്പെടുമ്പോഴും ലോകത്തിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത്, അതായത് ഒരു കുഞ്ഞു രാജ്യത്തെ ആ രാജ്യമായി കാണുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു പോസിറ്റീവാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവില് ഇപ്പോൾ നമുക്കറിയാം ഫ്ലോട്ടിലകൾ ഫലസ്തീനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ബാഴ്സലോണയിൽ നിന്ന് പുറപ്പെട്ടു. അതിലുള്ളതാരാ? ഒരുപാട് രാജ്യത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് ഏത് മതമാണെന്നോ ഏത് രാഷ്ട്രീയം അതൊന്നുമില്ല. അവർ മനുഷ്യരായ ഫലസ്തീനിലെ ആളുകൾക്ക് സഹായമായിട്ട് ചെല്ലുകയാണ്. പക്ഷെ അതിനെ പോലും ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? തടയുന്നു. വളരെ ചുരുങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഇസ്രായേലിന്റെ നേരെ ഉള്ളത്, അല്ല ഇസ്രായേലിനൊപ്പം ഉള്ളത്. നമുക്കറിയാം നെതന്യാഹു UN സംസാരിക്കുന്ന സമയത്ത് ആളുകൾ കൂക്കി വിളിക്കുകയും ആളുകൾ ഇറങ്ങിപ്പോവുകയും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തു. സ്പെയിന്, ഇറ്റലി പോലുള്ള വൻകിട രാഷ്ട്രങ്ങൾ ഞങ്ങൾ ലോകകപ്പിന് ഉണ്ടാവില്ല, ഇസ്രായേൽ ലോകകപ്പിൽ യോഗ്യത നേടിയാൽ ഞങ്ങൾ ലോകകപ്പ് കളിക്കൂല എന്ന് സ്പെയിൻ പറയാണ്. അതായത് സ്പെയിൻ എന്ന് പറയുമ്പോൾ ഒരു ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ആ ഒരു രാജ്യം പോലും ഈ മനുഷ്യക്കുരുതി ഇതൊരു വംശഹത്യയാണെന്ന് പറഞ്ഞ് ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രീതിയിലേക്ക് വരാൻ കുറച്ച് കാലതാമസം ഉണ്ടായി. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ വരുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ, അല്ലെങ്കിൽ മനുഷ്യരായി കാണുന്ന എല്ലാവർക്കും വലിയ ആശ്വാസമുണ്ട്. ആ ഒരു ആശ്വാസത്തിലാണ് ശരിക്കും നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഫലസ്തീനോടുള്ള സമീപനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ഒരുപാട് കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്നതും അതുപോലെ തന്നെ ശരീരം ചിന്നിച്ചിതറി കിടക്കുന്നതായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മളിങ്ങനെ കാണുന്നു. നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലോട്ടിലകൾ ഏകദേശം 2 പതിറ്റാണ്ട് കാലമായിട്ട് ഗസയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇസ്രായേൽ അതിൻ്റെ ഇടയിൽ തന്നെ തടയുകയും
അതുപോലെ ആ മനുഷ്യാവകാശ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അവരെ ഡീബാർ ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിലേക്ക് അവർ കടക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. നിലവിൽ ഇപ്പം വന്നുള്ള ഈ സമൂത് ഫ്ലോട്ടിലേക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. അതെ അതായത് ഇതിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്പെയിനിൽ നിന്നുള്ള ആള്, അതായത് രാജ്യങ്ങളിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് ഈ സംഗതിയിലുള്ളത്. അതായത് പാർലമെന്റ് കൗൺസിലേഴ്സ്, പാർലമെന്റ് അംഗങ്ങൾ, അതെ അതുപോലെ ആ രാഷ്ട്രീയപരമായി എഴുത്തുകാര്, ശാസ്ത്രജ്ഞന്മാര്, അതായത് ഒരു രാജ്യത്തിന് ആവശ്യമുള്ള കുറെ ആളുകളാണ് ഈ ഫ്ലോട്ടിലകളിലുള്ളത്. 48ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 48 രാജ്യങ്ങളിൽ നിന്നുള്ള. അപ്പം ആ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെതിരെ ആ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കും. ആ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. തീർച്ചയായും. അപ്പോൾ ഗസക്ക് അല്ലെങ്കിൽ ഫലസ്തീന് പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ ഫ്ലോട്ടില്ലകളിൽ ഏതെങ്കിലും ഒന്ന് സ്വാഭാവികമായിട്ടും തീരമണഞ്ഞാൽ, ഗസയുടെ തീരം തൊട്ടാൽ, അത് വലിയ ഒരു വിപ്ലവത്തിനായിരിക്കും നന്ദി കുറിക്കുക. കാരണം ഒരുപാട് ആളുകൾ ഇനി ആ ഒരു കോറിഡോർ ഓപ്പൺ ആയാൽ, അതായത് കടൽ വഴി ഗസക്ക് സഹായം എത്തിക്കാം എന്നുള്ള ഒരു സാധനം ലോകത്തേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് മറ്റു രാജ്യങ്ങളിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ തീർച്ചയായിട്ടും ഏറ്റെടുക്കും. ഇപ്പൊ തന്നെ തുർക്കിയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കപ്പലുകളും ബോട്ടുകളും ഈ ഗസയുടെ തീരം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ഈ ഫ്ലോട്ടിലകളിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് പല രാജ്യങ്ങളിലും. അപ്പൊ അത് ഇനിയും ഗസക്ക് സഹായം കൂടുതൽ എത്താൻ ഉള്ള ഒരു കോറിഡോർ, ഒരു വഴി ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ആ ഒരു സമൂത് ഫ്ലോട്ടിലേക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ ഒരു ബിഗ് സല്യൂട്ടോട് കൂടി നമുക്ക് ഒരു ഓർക്കാതെ നമുക്ക് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതെ തീർച്ചയായിട്ടും. അവര് ആ ചെറിയ കപ്പലുകളിലായിട്ട് വരുന്നതിന്റെ ഒരു ലക്ഷ്യം തന്നെ വളരെ കുറച്ച് കപ്പലുകളാണെങ്കിൽ പോലും അതിലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ മറ്റ് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളോ എന്നതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് ലോകത്ത് ഇത്ര വലിയൊരു മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന സമയത്ത് അതിനെതിരായിട്ട് സംസാരിക്കാനായിട്ട് ഞങ്ങളുണ്ട്. ഗസയിലെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളോടൊപ്പം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് ഞങ്ങളുണ്ട് എന്നൊരാശയമാണ് അവരവിടെ. അതായത് ഈ ബോട്ടുകളിലുള്ള സഹായം എന്ന് പറയുന്നത് അരിയോ ഭക്ഷണോ സാധനങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളത്. പക്ഷെ അവര് മുന്നോട്ട് വെക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഫലസ്തീൻ നിങ്ങൾ ഒറ്റക്കല്ല, ഗസ നിങ്ങൾ ഒറ്റക്കല്ല, മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, ഇതെങ്കിലും ഞങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു മെസ്സേജാണ്. അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഗ്രേറ്റ തുൻബർഗ് പോലും പറയുന്നത്, ഇതിൻ്റെ ഒരു ഇപ്പോൾ നേതൃത്വ നിരയിലുള്ള ആൾ എന്ന നിലയിൽ അവർ പോലും പറയുന്നത്, ഇസ്രായേലിന് എനിക്ക് പേടിയില്ല, ഇസ്രായേൽ ഞങ്ങളെ പിടിച്ചുകൊണ്ട് എന്നതൊന്നും എന്നെ ഭയപ്പെടുത്തുന്ന കാര്യമല്ല. പക്ഷേ ഇങ്ങനൊരു വലിയൊരു പ്രശ്നം ഇവിടെ നടന്നിട്ട് അതിനെതിരെ ലോകത്തിലുള്ള പല ആളുകളും മൗനത്തോടു കൂടി നിൽക്കുന്നത്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതെന്ന് പറയാം. അതെ, അത് പിന്നെ നമ്മളിപ്പോ ഗസയുടെ വിഷയം എവിടെ വന്നാലും, ഇപ്പം നമ്മുടെ നാട്ടിലെ വാർത്തകളിലൊക്കെ വന്നാൽ നമുക്ക് ചുറ്റുള്ള ആളുകൾ നമ്മളെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. നമുക്ക് ചുറ്റുള്ള ആളുകൾ അതെ മുസ്ലിങ്ങളല്ലേ, അല്ലെങ്കിൽ ഫലസ്തീനികളല്ലേ, ഹമാസി കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം വീഡിയോകൾക്ക് താഴെ കമന്റ് ഇടാണ്. ആ ആളുകളെ നമുക്ക് ചുറ്റുമുണ്ട്, അത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് ശരിക്കും. അതെ തീർച്ചയായിട്ടും. നമ്മളിവിടെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പോലും വഴിവെക്കുന്നത് തന്നെ അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ്. നമുക്കിത് വീണ്ടും വീണ്ടും ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് വീണ്ടും വീണ്ടും നമുക്ക് ഉറക്കെ പറയേണ്ടി വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അതായത് ഇത് ചരിത്രം അറിയാത്ത ആൾക്കാരൊന്നുമല്ല. അതായത് ഹമാസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി, പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അത് എങ്ങനെ ഭരണത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ അതിന്റെ പോരാട്ടങ്ങൾ എങ്ങനെയാണ്, സ്വതന്ത്ര സമരം എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്പൊ നമ്മൾ ഭയപ്പെടുന്ന പറഞ്ഞാൽ നമ്മളവരെന്തോ ചെയ്യുമെന്ന് കരുതിയിട്ടല്ല. പക്ഷെ ഇത്തരം ആളുകൾക്കിടയിൽ ജീവിക്കാന്ന് പറയുമ്പോൾ അത് വല്ലാത്ത പ്രയാസമാണ്. മനുഷ്യനായി കാണാൻ കഴിയാത്ത ആളുകൾക്ക് ഇടയിൽ ജീവിക്കാന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ സി രവിചന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ, അദ്ദേഹമൊക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകൾ കേരളത്തിലുണ്ട്. അതായത് നാസ്തികതയെ മറയാക്കിയിട്ട്, അതായത് ദൈവമില്ല, മതമില്ല, മതം വേണ്ട എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതിയെ മറയാക്കിയിട്ട് പോലും വർഗീയത വളമ്പാണ്. അതാണ് വർഗീയത വളർത്തുകയും വർഗീയത വിളമ്പുകയും ചെയ്യുന്ന വേദികളായി നാസ്തിക വേദികൾ പോലും മാറുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായ പ്രൊപ്പഗണ്ടകൾ അല്ലെങ്കിൽ അജണ്ടകളുണ്ട്. ഇതിനെ സ്പോൺസർ ചെയ്യാൻ ആളുകളുണ്ട്. അത്തരം ആളുകളെ നമ്മൾ സമൂഹത്തിനുള്ളിൽ തുറന്നു കാണിക്കേണ്ടത് കൂടി ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വേണം. അദ്ദേഹം പറയുന്നത് അത് നമുക്ക് ഏതൊരാൾക്കും, ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെന്യാമിൻ നെതന്യാഹുവിനെ UN പൊതുസഭയിൽ വെച്ചിട്ട് കൂക്കി വിളിച്ചത് ശരിയായില്ല, അത് സംസ്കാരമില്ലാത്തവർ ചെയ്യുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇസ്രായേൽ അവിടെ മരുന്നും വെള്ളമൊക്കെ നൽകുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. ഹോസ്പിറ്റലുകൾക്ക് നേരെ ബോംബാക്രമണം നടത്തുക, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭീകരവാദമാണ് ശരിക്കും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞ ടെററിസം ആണ്. തീർച്ചയായും.
ടെററിസത്തിന് നമ്മൾ കുറെ ഉണ്ടാക്കി വെച്ച ഫേസുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുബോധത്തിൽ ആരൊക്കെയോ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള വേഷവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ അപ്പുറം എന്താ പറയാ ലോകം അല്ലെങ്കിൽ ചരിത്രത്തിൽ വളരെ എന്താ പറയാ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിട്ട് മാത്രമേ ഈ ഫലസ്തീൻ ഇഷ്യൂവിനെ ഇനിയുള്ള ചരിത്രം വായിക്കോളൂ. അത് ഒരിക്കലും നെതന്യാഹു ഒരു നല്ല പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു മാന്യനായിട്ട് ആരും വിലയിരുത്തൂല. രവിചന്ദ്രനെ പോലുള്ള ചില ആളുകൾക്ക് അദ്ദേഹം വലിയ സംഭവമായി തോന്നുന്ന അവരുടെ ചിന്താഗതി ആ രീതിയിലായതുകൊണ്ടാണ്. അപ്പോ അതിനെ എതിർക്കപ്പെടേണ്ടത് കൂടി ഈ ഒരു സമയത്ത് അത്തരം ആളുകളെ തുറന്നു കാണിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു സംഗതി എന്താ വെച്ചാല് ഫലസ്തീൻ അതായത് ഈ സഹായങ്ങളൊക്കെ എത്തുമ്പോഴും ഫലസ്തീന് നരകിക്ക് തന്നെയാണ്. ഇവര് വലിയ പ്രതീക്ഷയോടുകൂടി പിന്നെ ഈ സംഗതികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അതവിടെ എത്തുന്നില്ല, അതിനെപ്പോലും തടയിടാണ്. ഈ പിന്നെ സഹായമായി എത്തുന്ന അതായത് ഇസ്രായേലിന്റെ അധിനിവേശ പിന്നെ അതിർത്തി പരിധികൾക്ക് പുറത്തു നിന്ന് പോലും ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, ഈ ബോട്ടുകൾക്ക് ആക്രമണം അയച്ചു വിടുന്നു, അവരെ തടയുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, വലിയ ഭീകരവാദികളെ പോലെ അവരെ പുറങ്കിലടക്കുന്നു. അതായത് മനുഷ്യത്വ വിരുദ്ധമായ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. ഇവര് എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ ഒരുപാട് അന്വേഷിക്കൊന്നും വേണം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ കാണുന്ന വിധത്തിൽ ഇപ്പോൾ അവിടെയുള്ള കവികളൊക്കെ പറയുന്നത് പോലെ, പലസ്തീൻ കവികളൊക്കെ പറയുന്നത് പോലെ, നിങ്ങൾ എന്താണ് യുദ്ധം അല്ലെങ്കിൽ നമ്മുടെ ഗസയിലേക്ക് ബോംബിടുന്നതിന് തൊട്ട് മുമ്പ് 1 മിനിറ്റ് 58 സെക്കൻഡ് മുമ്പായിട്ട് ഞങ്ങൾ ബോംബിടാൻ പോവുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് വന്ന് പറയുമ്പോൾ ആ ഒരു 58 സെക്കൻഡ് കൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും പോകാൻ മാത്രം കഴിവുള്ളവരാണല്ലോ ഞങ്ങളെന്ന രീതിയിൽ അങ്ങനെ ഒരു ആക്ഷേപമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് അത്രത്തോളം അവര് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ വലിയ വീരവാദത്തോടു കൂടി പറയുകയാണ്. അതിനെ പിന്തുണച്ചുകൊണ്ട് പല ആളുകളും ഒരു എന്താ പറയാ മറ്റൊരു ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതെ തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ബോംബിടാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് അതില് ബോംബിടാതെ നിൽക്കാന്നുള്ളതാണല്ലോ മനുഷ്യത്വം. ആ ഒരു മനുഷ്യത്വത്തിന്റെ ലംഘനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഈ ഒരു സമയത്ത് പോലും ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 33,000 ആളുകൾ ഈ ഫ്ലോട്ടിലയിൽ പുതിയ സുമൂദ് ഫ്ലോട്ടിലയിൽ പുറപ്പെട്ടു പോകുവാൻ വേണ്ടിയിട്ട് തയ്യാറായി. അവർ അപേക്ഷകൾ കൊടുത്തു. അപ്പോൾ സുമൂദ് എന്നുള്ളൊരു വാക്ക് അറബി വാക്യമാണ്. അത് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് എന്നൊക്കെ നമുക്ക് അർത്ഥം കൊടുക്കാൻ പറ്റുന്ന ആ ഒരു അറബ് സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദവും അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരുപാട് ആളുകളും അങ്ങനെ ഒരിക്കലും ഇത് പിൻപോട്ട് പോയിക്കൂടാ. ലോകത്ത് മനുഷ്യത്വം നിലനിൽക്കണം. മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തന്നെ മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം ഇല്ല എന്നുണ്ടെങ്കിൽ മൃഗങ്ങളെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മൃഗങ്ങൾക്ക് പോലും അവരുടേതായിട്ടുള്ള കരുണയും സ്നേഹമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് പൈശാചികമെന്നോ അല്ലെങ്കിൽ നമ്മൾ കഥകളിലൊക്കെ വായിക്കുന്ന അതായത് ചെറിയ കുട്ടികളെ പോലും കൊല്ലുക എന്ന് പറയാം. ഇപ്പൊ നമുക്കൊരു 2 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ എൻ്റെ മോൻ 1.5 വയസ്സാണ്, ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ മരിച്ചടക്കുന്നത് പോലും കാണാൻ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് കഴിയൂല. അത് ഏത് ജാതി ആവട്ടെ, ഏത് മതമാവട്ടെ. ഇനിയിപ്പോ നമ്മളെ ഒരുപാട് ഉപദ്രവിച്ച ഒരാളാണ് വിചാരിക്കുക, അയാളുടെ മകൻ അല്ലെങ്കിൽ അയാളുടെ മകൾ അങ്ങനെ മരിച്ചടക്കുന്ന പോലും കാണാൻ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് കഴിയൂല. കാരണം ചെറിയ കുഞ്ഞിന്റെ മരണം. പക്ഷെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെ ബോംബിട്ടിട്ട് അവരെ കൊന്നൊടുക്കാണ്. അപ്പൊ അതിനെതിരെ ലോകം ഒരുമിക്കേണ്ടത് ഒരുപാട് മുൻപ് ഒരുമിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ അതിപ്പോ ഒരുമിച്ചു എന്നുള്ളത് വലിയ ഒരു ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. അത് മാത്രമല്ല, നമ്മുടെ നാടുകളിൽ ചെറിയ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. പലരും ചോദിക്കും ഇത് അവർ കാണുമോ, അവർക്ക് എന്തെങ്കിലും കിട്ടുമോ? പക്ഷെ അതല്ല, ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയ വഴി ഈ സംഗതികൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ ഐക്യദാർഢ്യ പരിപാടികളും സദസ്സുകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ലോകരാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ ആളുകൾ ഇത് വീക്ഷിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, അതായത് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയും കേരളവും ഒക്കെ ഫലസ്തീനൊപ്പമാണ്. വളരെ ചെറിയ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഇസ്രായേലിനൊപ്പം ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ചെറിയ സദസ്സുകളായാലും ചെറിയ ഐക്യദാർഢ്യ പരിപാടികളുടെ ഒക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതെ, അതോടൊപ്പം തന്നെ ഈ ഫലസ്തീനുകളായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പൊ അവരറിയുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന അവരുടെ ആ വേദനയ്ക്കിടയിൽ അവർക്കുണ്ടാവുന്ന ചെറിയൊരു സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഉണ്ട് എന്നുള്ളത്. അതെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ആശ്വാസം. അപ്പൊ നമ്മൾ തന്നെ ഒരു പ്രയാസത്തിൽ അകപ്പെട്ട സമയത്ത് നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ, നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രവർത്തിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ആശ്വാസത്തിന്റെ ഏറ്റവും പീക്ക് ലെവൽ അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പം
അതായത് ഈ ദുരിതങ്ങൾക്കിടയിലും നമ്മുടെ ഒരു ഇടപെടൽ, നമ്മുടെ ഒരു ചെറിയ ഐക്യദാർഢ്യ സദസ്സുകൾ, ചെറിയ ഒരു കൂട്ടായ്മ, അത് അവർക്ക് നൽകുന്ന ആശ്വാസം വലിയ സംഗതിയാണ്. അത് മാത്രമല്ല, ഇപ്പോ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യം, അതായത് പിന്നെ ഫ്ലോട്ടിലകൾ വരുന്നു, ലോകരാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുന്നു, ഫലസ്തീനൊപ്പം ചേരുന്നു, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നു. ഇത് വലിയ ഒരു പാഠം കൂടിയാണ്. അതായത് ഒരു കാലത്തും ഒരുപാട് കാലം പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മനുഷ്യത്വ വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങൾക്ക്, മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിലനിന്ന് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു മെസ്സേജ് അതിലുണ്ട്. അത് എല്ലാവർക്കും പാടാം. ഫാഷിസം, അതുപോലെ നാസിസം, ഇതൊക്കെ തകർന്നതാ. ഹിറ്റ്ലർ തകർന്നതാ. അതുപോലെ പിന്നെ നെതന്യാഹുവും തകരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ചരിത്രം പറയുന്ന അതാണ്. അതെ, അത് രാഷ്ട്രീയപരമാണല്ലോ. പല ആളുകളും പറയുന്നത് പോലെ ഇത് എന്താണ്, ഒരു മതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് നെതന്യാഹുവിന് ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ളത് അയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. തീർച്ചയായും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് വരികയും പിന്നീട് അയാൾ തെരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ തിരുവോരങ്ങളിൽ പോലും അവിടെയുള്ള ജനങ്ങൾ പോലും ഇന്നത്തേക്ക് വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഫലസ്തീനു വേണ്ടിയിട്ട് അവര് സംസാരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, അവാർഡുകൾ വാങ്ങുന്ന സിനിമാ താരങ്ങളും അതുപോലെ തന്നെ കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജൂതവംശജരായിട്ടുള്ള ആളുകൾ പോലും അവരൊക്കെ ഇതിനെ എതിർത്ത് പറയുക. ഒന്ന്, ജൂതന്മാരുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവരിത് ഒരുപാട് അനുഭവിച്ച ആളുകളാണ്. അവർക്കറിയാം എന്താണ് ഇതിന്റെ പ്രയാസം. കാരണം ഹിറ്റ്ലർ അത്ര അധികം ജൂതന്മാരെ പിന്നെ ഇതുപോലെ ആക്രമിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ ഈ ചരിത്രം അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം, അത് മതമല്ല, ഇത് വംശമല്ല, ഇത് ജാതിയല്ല, ഒന്നുമല്ല പ്രശ്നം. അപ്പോൾ ഈ പ്രയാസം അനുഭവിക്കുന്നത് മനുഷ്യരാന്ന് തിരിച്ചറിയുന്ന ഇസ്രായേലികളുണ്ട്. പക്ഷെ അത് കേവല രാഷ്ട്രീയമായിട്ടുള്ള, ഈ പറഞ്ഞ പോലെ കേവല രാഷ്ട്രീയമായിട്ടുള്ള ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതാണ് നെതന്യാഹു ഈ ഒരു വിഷയത്തിൽ പിന്നോട്ട് പോകാതെ വീണ്ടും വീണ്ടും ക്രൂരതകൾക്ക് നേതൃത്വം നൽകുന്നത്. പക്ഷെ അതിന് പിന്നെ അമേരിക്ക പോലെ ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, രഹസ്യവും പരസ്യവുമായി പിന്തുണ നൽകുന്നു എന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. ഇപ്പൊ നമ്മള് പലപ്പോഴും ഈ ഇപ്പോൾ ഖത്തറിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എത്രയും പെട്ടെന്ന് തന്നെ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കും എന്നുള്ള ഒരുപാട് തവണയായിട്ട് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. വെറുതെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നു, അത് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥ അമേരിക്ക നിലവില് അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ, കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങൾ ഉപയോഗിക്കണം. ഒരു ലോക പോലീസിങ് ചമഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവരെ സമാധാനം ഉണ്ടാക്കും, ഞങ്ങൾ അവിടെ സമാധാനം കെടുത്തും, ആ ഒരു രീതി, ഞങ്ങളാണ് എല്ലാം എന്നുള്ളൊരു ധാരണയാണ്. ഈ കാര്യത്തിൽ ഇടപെടാൻ അമേരിക്ക ആരാണെന്നുള്ളതാണ് വലിയൊരു ചോദ്യമായിട്ടുള്ളത്. കാരണം ഫലസ്തീനികളുടെ പ്രശ്നം അതൊരു അവസാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫലസ്തീൻ രാഷ്ട്രം വളരെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ നിലയിൽ പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോഴും എന്താണ് ലോകത്തുള്ള ഈ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ പറയുന്നത്, മുമ്പ് പണ്ടുണ്ടായിരുന്ന ഫലസ്തീൻ എന്ന് പറയുന്നത് അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമേ ഇല്ല. പക്ഷെ അങ്ങനെ അതുപോലെ വേണമെന്നല്ല, ഇസ്രായേൽ ഉണ്ടായിക്കോട്ടെ, അതുപോലെ തന്നെ ഫലസ്തീനും വേണമെന്നാണ്. അതായത് നമുക്കും പറയാനുള്ളത് അതാണ്. അതായത് ഫലസ്തീനികളെ അവിടുന്ന് ഉന്മൂലനം ചെയ്യാന്നുള്ളത് ശുദ്ധ തെമ്മാടിത്തരമാണ്. എവിടെ ഫലസ്തീൻ എന്ന് പറയുന്ന ഫലസ്തീനികളുടേതാണ്. പക്ഷെ അവിടെ ബ്രിട്ടൻ കൊണ്ടുവച്ചതാണ്. ഇസ്രായേൽ എന്നൊരു പുതിയ രാജ്യത്തെ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പിന്നെ ജൂതന്മാരെ അങ്ങോട്ട് ക്ഷണിക്കുകയും, കാരണം ജൂതന്മാർക്കായാലും മുസ്ലിങ്ങൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും ഒക്കെ വളരെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ദേശമാണ് ഫലസ്തീൻ. കാരണം ഇസ്ലാമിലെ പ്രവാചകന്മാർ എന്ന് പറയുന്നത് പിന്നെ ജൂതന്മാരുടെയും ഒക്കെ മൂസാ നബിയുടെ ആ രീതിയിലാണ്. അപ്പം പിന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയും പശ്ചിമേഷ്യയിൽ നിരന്തരം പ്രശ്നങ്ങൾ, ഒരു അവസാനിക്കാത്ത വാർ സോണാക്കി, അതൊരു ലക്ഷ്യമായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ അവര് പോലും ഇന്നത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് സ്വതന്ത്ര ഫലസ്തീനാണ് നീതി എന്ന് പറയുന്നു. അപ്പൊ നമ്മൾക്ക് പറയാനുള്ളത്, അവിടെ പിന്നെ ഇസ്രായേൽ ഉണ്ടായിക്കോട്ടെ ഫലസ്തീൻ ഉണ്ടായിക്കോട്ടെ, രണ്ട് രാജ്യങ്ങളായി നിലനിൽക്കട്ടെ, ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ടാകട്ടെ, പരസ്പരം കയ്യേറ്റങ്ങളും സംഗതികളൊക്കെ ഒഴിവാക്കി, ആക്രമണങ്ങൾ ഒഴിവാക്കി, കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ആക്രമിക്കുന്നത് നിർത്തി മനുഷ്യത്വപരമായ ഒരു സമീപനം ഇവരെല്ലാം കാഴ്ചവെക്കട്ടെ എന്നാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ പറയാനുള്ളത്. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതുപോലെ ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മൾ ഈ പല ഇസ്രായേൽ ഉൽപ്പന്നങ്ങളും നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുന്നതായി ബന്ധപ്പെട്ട് അത് ചെയ്തുകൊണ്ട് എന്ത് കാര്യമാണുള്ളതെന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ KFC പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റാർബക്സ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ
പല രാജ്യങ്ങളിലും അടച്ചുപൂട്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും. നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനങ്ങളിൽ അവരുടെ ആ ഒരു രക്തമല്ല നമ്മൾ കുടിക്കുന്നത്, അവരുടെ രക്തം കുടിച്ചുകൊണ്ടല്ലെങ്കിൽ അത് ഭക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് എന്നൊരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് അത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ഉപരോധം തീർക്കാൻ കഴിയുന്ന രീതിയിൽ ഇതൊക്കെ ഉപയോഗിക്കാതിരുന്നുകൊണ്ട് ശരിയാണ് ഇസ്രായേലിന്റെ ഇതിൽ വേറൊരു കാര്യം കൂടി ഇപ്പൊ നമ്മൾ ഈ പിന്നെ ഒഴിവാക്കണം എന്ന് പറയുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മളെ അവശ്യ സാധനങ്ങളൊന്നുമല്ല. അതെ അതായത് ചോക്ലേറ്റുകൾ, പിന്നെ ലെയ്സ്, അങ്ങനെ അതായത് ആഡംബരം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ ചോറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റി വെച്ചിട്ട് ഒരു സമരം ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റുകളിൽ, നമ്മൾ ഉപയോഗിക്കുന്ന പാനീയങ്ങളിൽ, ശീതള പാനീയങ്ങളിൽ, നമ്മൾ ഉപയോഗിക്കുന്ന കോഫി, അതുപോലെ ഇതുപോലുള്ള ബ്രോസ്റ്റഡ് ഐറ്റംസ്, ഇത്തരം സംഗതികളിൽ ഇസ്രായേൽ കമ്പനികളല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത്തരം കമ്പനികളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ഫലസ്തീനുകളോട് ചെയ്യുന്ന അവർക്ക് ചെയ്യുന്ന ഒരു സഹായമാണ്. ഏറ്റവും വലിയ സഹായം. നമ്മളെ ചെറിയ വീട്ടിലുള്ള ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ചോക്ലേറ്റ് നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പീടികയിൽ പോയിട്ട് അങ്ങാടിയിൽ പോയിട്ട് നമ്മളത് വാങ്ങുന്നത് ഒന്നും നോക്കാതെ വാങ്ങി അവർക്ക് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നത് ഇവരുടെ ചോര എടുത്തുകൊണ്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്, അല്ലെങ്കിൽ മധുരമാണ്. ആ കഴിക്കുന്നത് മധുരമല്ല, ഇവരുടെ രക്തമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധത്തിലേക്ക് എത്തണമല്ല. പിന്നെ അത് മാത്രമല്ല, ഇത് ഉപരോധിച്ചതുകൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവർക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി നടത്തിയ വിദേശ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം വലിയൊരു മാതൃകയാണ്. കാരണം ഗാന്ധിജിയാണ് ആ ഒരു സംഗതിക്ക് നമുക്ക് മാതൃക. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഖാദി ഉൽപ്പന്നങ്ങൾ ഇവിടെ വ്യാപകമായിട്ട് ഉണ്ടാക്കുകയും നൂൽക്കുകയും വസ്ത്രങ്ങൾ നെയ്യുകയും ഒക്കെ ചെയ്തിട്ട് വിദേശ വസ്ത്രങ്ങൾക്കും വിദേശ സാധനങ്ങളും ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി അന്ന് അത് ചെയ്തത്. അതെ, നമ്മളാൽ കഴിയുന്നത് എന്താണ് അതാണ് നമ്മൾ മനസ്സിലായത്. നമുക്ക് കഴിയുന്ന രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ സാധന സാമഗ്രികൾ ഉപയോഗിക്കാതിരിക്കുക എന്നതൊക്കെയാണ് ഇവിടെ ഇരുന്നു കൊണ്ട് വേറെ ആ ഒരുപാട് ദൂരത്തുള്ള ആ സ്ഥലത്തുള്ള അവർക്ക് വേണ്ടിയിട്ട് അവർ നമ്മുടെ കൂടെ അടുത്താണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം അതാണ്. അതായത് 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു നാടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷെ 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണെങ്കിലും അവരും നമ്മളെപ്പോലെ ചുവന്ന രക്തം ഓടുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഫ്ലോട്ടിലകളിൽ ബാഴ്സലോണയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ പുറപ്പെട്ട മനുഷ്യരുടെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. സ്വന്തം കുടുംബത്തെ വിട്ടിട്ടാണ് അവർ പോയത്. സ്വന്തം മക്കളെ, സ്വന്തം അച്ഛനമ്മമാരെ, സ്വന്തം ഭാര്യമാരെ, അതായത് സ്വന്തം കുടുംബത്തെ, ഏറ്റവും വേണ്ടപ്പെട്ട സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് മനുഷ്യർക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരോട് ഐക്യദാർഢ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ആളുകൾ കപ്പൽ കയറിയത്. കപ്പൽ യാത്ര നമുക്കറിയാം, കേവലം വിമാനയാത്ര പോലെയോ ട്രെയിൻ യാത്ര പോലെയോ ഒന്നും സുഖകരമല്ല. അതുമാത്രമല്ല, അതിനെതിരെ മറ്റ് രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ കൂടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഇസ്രായേൽ അവരെ പല ആളുകളെയും തടങ്കലിൽ വെച്ചു. അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നറിഞ്ഞിട്ട് പോലും മനുഷ്യൻ ബുദ്ധിമുട്ടുന്നൊരു സ്ഥലത്തേക്ക് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരോട് ഐക്യദാർഢ്യപ്പെടാൻ വേണ്ടിയിട്ട് പോയ ആളുകളെ വീണ്ടും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഈ സമയം നമ്മളെ കേട്ടതിന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.